നമസ്കാരം. എല്ലാവർക്കും സമൃദ്ധിയുടെ 90 ഡേയ്സ് ചലഞ്ചിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല തീരുമാനങ്ങൾ, മികച്ച തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? അങ്ങനെ നിങ്ങളുടെ ലൈഫിലെടുത്ത മികച്ച തീരുമാനങ്ങൾ ഒന്ന് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കുന്നത്. അതിന് നിങ്ങളെല്ലാവരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓരോരുത്തരെയും ഈ ഒരു ചലഞ്ചിലേക്ക് ഞാൻ ഹാർദവമായി മനസ്സോടെ, പൂർണ്ണമായിട്ടുള്ള മനസ്സോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനിയുള്ളൊരു 90 ദിവസം എന്നോടൊപ്പം നിങ്ങൾക്ക് ജേണിയിൽ പങ്കുചേരാം. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടെയുണ്ട്. ഒക്ടോബർ 10 ലോക മാനസിക ആരോഗ്യ ദിനമാണ്. നമ്മുടെ ലോകാരോഗ്യ സംഘടന പഠനങ്ങളിലൂടെ പറയുന്നത് 4-ൽ ഒരാളെ എടുത്തു കഴിഞ്ഞാൽ മാനസിക ആരോഗ്യം വളരെ മോശപ്പെട്ട നിലയിലേക്കാണ്. ഇന്ന് നമ്മുടെ ഭൂമിയിൽ നിന്നും ഒരു 4 പേരെ എടുത്തു കഴിഞ്ഞാൽ, ആ പോപ്പുലേഷനിൽ 4 പേരെ എടുത്താൽ അതിലൊരാൾക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ശാസ്ത്രം ഒരുപാട് വളർന്നു. ആഗോളതലത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥകളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഒരുപാട് കാര്യങ്ങൾ നാം ഓരോരുത്തരും വ്യത്യസ്തരായി അല്ലേ? നമ്മൾ ഇത്രയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് എന്തോരം മാറ്റങ്ങൾ നമ്മുടെ ഭൂമിയിൽ വന്നു കഴിഞ്ഞു. എന്നിരുന്നാലും മനുഷ്യർ അനുഭവിക്കുന്ന സ്ട്രെസ്സ്, ആങ്സൈറ്റി, ടെൻഷൻ, ഡിപ്രഷൻ, നമ്മൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പലപ്പോഴും ഒന്നുകിൽ ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നറിയാം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുന്നത്. സൈക്കോളജി എന്താണ്, സൈക്കാട്രി എന്താണ്, ഇങ്ങനെയുള്ള ആ ഒരു വേർതിരിവ്, ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഈ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് തന്നെ മനുഷ്യൻ സംസാരിച്ചു തുടങ്ങിയിട്ട് തന്നെ ഒരു 10 വർഷത്തിൽ, അറൗണ്ട് ഒരു 10-15 ഇയേഴ്സ് ആയിട്ടേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്രവും എല്ലാം, ടെക്നോളജി എല്ലാം നമ്മുടെ ലോകം മുഴുവൻ ഇത്രയും മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഡെവലപ്പ് ആകുമ്പോഴും മനുഷ്യർക്കിടയിൽ പലർക്കും മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നത്? അതിൻ്റെ റീസൺ എന്തായിരിക്കും? നമ്മളെ കേൾക്കാൻ ആളില്ല, ലഹരി വസ്തുക്കൾ അടിമപ്പെട്ടു പോവുക, മൊബൈൽ അഡിക്ഷൻ, ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന, ബന്ധങ്ങളിൽ വരുന്ന ആ ഒരു വിള്ളൽ, പല കാരണങ്ങൾ കൊണ്ട് ഓരോ വ്യക്തിക്കും തന്നെ കേട്ടിരിക്കാൻ ഒരു വ്യക്തിയില്ല. തൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ടെൻഷനായാലും വേദനയായാലും അത് മറ്റൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കിക്കാനോ ഒന്നും തിരിച്ചറിയാൻ പറ്റാതെ എന്നോടൊപ്പം ഇരിക്കാൻ ആരുമില്ലാതെ ഒരു ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് നല്ല ചിന്തകളാണോ മോശമാണോ എന്നും, ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്തിട്ടുള്ള റിഗ്രറ്റ്, അതെന്നും ഞാനത് ചെയ്തു പോയല്ലോ, ഇത് ഓർത്തിട്ടുള്ള വിഷമം, ഇതാരോടും പറയാൻ പറ്റുന്നില്ല. എത്ര കാലം കഴിഞ്ഞാലും കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള, മനസ്സിലുണ്ടായിട്ടുള്ള, നമ്മുടെ ശരീരത്തിലുണ്ടായിട്ടുള്ള ചില വേദനകൾ, ആ മുറിപ്പാടുകൾ ഒരു ട്രോമ പോലെ കൊണ്ട് നടക്കുന്ന ആയിരക്കണക്കിനല്ല കോടിക്കണക്കിന് ജനങ്ങൾ, അവർക്കിടയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും മികച്ചൊരു ദിവസം തന്നെയാണ് ഞാൻ ഈ ഒരു 90 ഡേയ്സ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഒരു ചലഞ്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും ലൈഫിൽ നമ്മൾ പലപ്പോഴും പല സിറ്റുവേഷൻസിലും പല വ്യക്തികളെ കണ്ടുമുട്ടും അല്ലേ? ചിലർ വരുമ്പോൾ നമ്മുടെ ജീവിതം മാറിമറിയുമെന്നൊക്കെ പറയത്തില്ലേ? ഇതേപോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ചില വ്യക്തികളെ പരിചയപ്പെട്ടു. 1-2 വ്യക്തികളല്ല, ഒത്തിരി ആളുകളെ പരിചയപ്പെട്ടു. ചിലരെനിക്ക് നല്ല പല നിമിഷങ്ങൾ തന്നു, ചിലരെന്നെ വളരെ വേദനിപ്പിക്കുന്ന പല ഓർമ്മപ്പെടുത്തലുകൾ എനിക്ക് തന്നു. ഇങ്ങനെ ആയിരിക്കരുത് ഞാൻ എന്നുള്ള തിരിച്ചറിവ്, ഈ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത്, ചില വേദനയോടുകൂടിയുള്ള ചില റിസൾട്ട്സ് എനിക്ക് തന്ന ചില വാക്കുകൾ കൊണ്ടും ചില പ്രവർത്തികൾ തന്നുകൊണ്ടൊക്കെയുള്ള വ്യക്തികൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ കുറേ പാഠങ്ങൾ പഠിക്കുകയും ഒരുപാട് പുസ്തകങ്ങളിലൂടെയും ഒരുപാട് നല്ല മെൻറ്റേഴ്സിലൂടെയും ഒക്കെ എൻ്റെ ലൈഫിൽ 1-2 ആൾക്കാർ മാത്രമല്ല, ഒത്തിരി പേര് എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഓരോരുത്തരിൽ നിന്നും പഠിച്ചെടുത്തുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്കുണ്ടായൊരു മാറ്റം. ആ ഒരു മാറ്റത്തിലൂടെയാണ്, ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ 100% പെർഫെക്റ്റ് ആണ്, ഞാൻ എല്ലാ കാര്യവും ഒരു 5 വർഷം മുമ്പ് ഞാൻ എല്ലാം ടെൻഷൻ അടിക്കാതെ, എന്ത് വന്നാലും ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അസുഖങ്ങൾ വരുവാണെങ്കിൽ അതൊക്കെ എല്ലാം ഓക്കെ ആകും എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര ഇപ്പോൾ സംസാരിക്കുന്ന പോലെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത്, എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത്, എല്ലാവരെയും പഠിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയെ ആയിരുന്നില്ല ഞാൻ. എനിക്ക് കഴിഞ്ഞൊരു 5 വർഷത്തെ കാലയളവിൽ ഇത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ, എന്നിലൂടെ എന്നെ കേട്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ ലൈഫിൽ ഒരു, നമ്മൾ പറയത്തില്ല, ഒരു തിരുനാളം, ചെറിയൊരു വെളിച്ചം കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു നിശ്ചയദാർഢ്യവും അങ്ങനെ ഒരു കാര്യം, കാരണം രാവിലെ ഇന്ന് എഴുന്നേറ്റപ്പം മുതൽ ഞാൻ പ്രാർത്ഥനയിലാണ്. കാരണം എൻ്റെ മുന്നിൽ എന്നെ വിശ്വസിച്ച് ഞാൻ ഇടുന്ന ഓരോ മെസ്സേജുകൾക്കും ഒരു ഇമോജി ആയിട്ട് മെസ്സേജ് ഇടുമ്പോൾ ആ ഓരോ ഹൃദയങ്ങളെയാണ്, എന്നെ വിശ്വസിച്ച് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് എന്നോടൊപ്പം ചെയ്യാൻ പോകുന്ന ആ ഹൃദയങ്ങളെയാണ്, അവരെയാണ് ഞാൻ കാണുന്നത്. ചിലരുടെയൊക്കെ മുഖമൊക്കെ പ്രൊഫൈൽ പിക്ചറിൽ നിന്ന് അറിയാം, നമ്മൾ ആരും നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വരുന്ന ഓരോ വ്യക്തിക്കും ഒരു മാറ്റം ഈ വരുന്ന ദിവസങ്ങളിൽ ഞാൻ പകർന്നു കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്ത് അവർക്ക് ആ മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മൾ ചിലപ്പോൾ ഒരു 500 പേരുണ്ടായിരിക്കാം, ഈ 500 വ്യക്തികളിലും ആ മാറ്റം ഉണ്ടാവട്ടെ എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇന്ന് ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്രയും ആത്മാർത്ഥതയോടെ ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്.
ഇതിൽ ഓരോ ദിവസത്തെ ടാസ്കുകളും ഞാൻ ചെയ്തിട്ടുള്ളതാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ വർഷം മുമ്പ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും അവിടെ ഒരു തവണ ചെയ്തു എല്ലാം ഹീൽഡായി എല്ലാം ക്ലെൻസ്ഡായി അങ്ങനെയൊന്നുമല്ല. നമ്മളിപ്പോൾ ഒരു 15 ദിവസത്തെ നിങ്ങളൊരു ഹീലിംഗ് സെഷൻ നിങ്ങൾ അങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്തെന്ന് വിചാരിക്കും. ഗ്രൂപ്പായിട്ട് സെഷൻ അറ്റൻഡ് ചെയ്താൽ നമ്മുടെ ഒരു കാര്യം സൈക്കോളജിപരമായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞു തരുവാണ്. നമ്മൾ പല തരത്തിലുള്ള മെൻ്റൽ ട്രോമാസിലൂടെയും ടെൻഷൻ, ആങ്സൈറ്റി, സ്ട്രെസ്സ്, ദേഷ്യം പല ഇമോഷൻസിലൂടെ നമ്മളെല്ലാവരും കടന്നുപോയി. നമ്മൾ വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയാണ്, എനിക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, എനിക്കിതെല്ലാം മാറ്റണം, എൻ്റെ സാമ്പത്തിക നില ആകെ തകർന്നു, ഇതൊക്കെ മാറ്റമുള്ള ഇതിലായിരിക്കും നിങ്ങളൊരു 15 ദിവസത്തെ ഒരു സെഷനിൽ പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പോൾ ഒരു മോട്ടിവേഷനൊക്കെ ഉണ്ടായിട്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും, വിചാരിക്കും എൻ്റെ ലൈഫിന് ഇനി ഒരു കാര്യങ്ങളോ ഇനി ഒന്നും തിരിച്ചെടുത്താൽ ഞാൻ ടോട്ടലി മാറിക്കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കും. അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഒരു 15 ദിവസം 20 ദിവസം ചിലപ്പോൾ 1-2 മാസങ്ങൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി, ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് സംഭവിക്കും, എന്തെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അതെന്ത് ചെയ്യും, ട്രിഗർ ചെയ്യിപ്പിക്കും. അതായത് ഓൾറെഡി നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന എന്തെങ്കിലും നേരത്തെ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അത് വീണ്ടും നമ്മൾ വീണ്ടും അത് തന്നെ ചെയ്യുമോ, നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ വിചാരിക്കും അയ്യോ എനിക്കിത് എന്ത് ചെയ്തിട്ടും മാറത്തില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെഷൻസിലൊക്കെ ഇരുന്നിട്ട് ഒന്നും ഓക്കെ ആകാതെ ഒരു വിശ്വാസം, ചിലപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും വിശ്വാസമില്ല, ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിങ്ങൾക്ക് 90 ദിവസം തരുന്നത്. കാരണം നമുക്ക് ഒരു ശീലം രൂപപ്പെടാൻ 21 ദിവസം അല്ലെങ്കിൽ 41 ദിവസം വേണമെന്ന് പല പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ടൊരു ശീലത്തിലൂടെ ഏർപ്പെട്ട് നിങ്ങൾ ആ ഒരു സെൽഫ് റിഫ്ലക്ഷൻ അറിഞ്ഞ് നിങ്ങളുള്ള മാറ്റം തിരിച്ചറിഞ്ഞ് അങ്ങനെ ഒരു 3 months കൊണ്ടുപോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളിൽ മെൻ്റലി ഒത്തിരി ക്ലെൻസ്ഡ് ആവും. നിങ്ങൾ ഒരു 90% നിങ്ങളിലുള്ള കുറേ കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ടാന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് പുറത്ത് കളഞ്ഞ് വേണമെന്നുള്ള കാര്യങ്ങൾ അകത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ അതിലോട്ട് കൊണ്ടുവരാനായിട്ടുള്ള എൻ്റെ ഒരു ശ്രമമാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ക്ലാസ്സുകളിലൂടെ തരാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് Day 1 ആണ്. ഇത്രയും കാര്യം എന്നും ഇതുപോലെ വിശദീകരിച്ച് പറയില്ല, അന്നന്ന് ദിവസത്തെ കാര്യങ്ങൾ ഞാൻ പറയും, ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്നെക്കുറിച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. കാരണം നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിനകത്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പഠിക്കുന്ന ആളുകളാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം നമ്മുടെ ജനറൽ കോമൺ കമ്മ്യൂണിറ്റിയിൽ എൻ്റെ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് വന്നവരുണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണ്. എൻ്റെ പേര് ഡോക്ടർ നീതു കൃഷ്ണ. ഞാൻ ബിസിനസ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ്. ഒത്തിരി മേഖലകളിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പല മേഖലകളിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തിയാണ്. ആർട്ടിസ്റ്റാണ്, ഫാഷൻ ഡിസൈനറാണ്, അതുപോലെ തന്നെ എനിക്കൊരു സംരംഭകയാണ്. ഞാനൊരു 10 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒത്തിരി കാര്യങ്ങളിൽ ലൈഫിൽ, അതുപോലെ ലൈഫ് കോച്ചാണ്, അങ്ങനെ ഒരു സൈക്കോ തെറാപ്പിസ്റ്റ്. പല മേഖലകളിൽ ഞാൻ നിൽക്കുന്നുണ്ട്. ഒത്തിരി സംരംഭകരെയും മാനസിക തലം ഉയരണമെന്നും തൻ്റെ ലൈഫിലൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളെ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകുന്ന സമൃദ്ധി എന്ന കമ്മ്യൂണിറ്റിയുടെ ഒരു CEO ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമൃദ്ധി പ്ലാറ്റ്ഫോമിലൂടെ വരുന്ന ഓരോ വ്യക്തിക്കും ഒരു മാറ്റം ഉണ്ടാകണം. അത് ഏത് തരത്തിലായാലും, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് തലത്തിലായാലും നമ്മളൊരു ചേഞ്ച് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ Day 1 അതെന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാനൊരു ക്ലാരിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ തരുവാണ്. നമ്മളുടെ ഈ ഒരു 90 ദിവസത്തെ ചലഞ്ച്, അതിനായിട്ട് ഞാനൊരു വാട്സപ്പിൽ ഒരു അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പ് ആദ്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ആ അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ അനൗൺസ്മെൻറ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരു ഗ്രൂപ്പ് കൂടെ, വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പിലായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ലിങ്ക് കിട്ടിയിട്ട് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ആ ഒരു വീഡിയോയിൽ കൂടെ ആ ഒരു കമ്മ്യൂണിറ്റീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പ്, ഒരു ഓറഞ്ച് കളർ പ്രൊഫൈൽ പിക്ചർ വരുന്ന ഒരു ഗ്രൂപ്പ് കൂടെ കാണാൻ പറ്റും. ആ ഒരു ഗ്രൂപ്പിൽ കൂടെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ കാര്യങ്ങളൊക്കെ വോയിസ് മെസ്സേജ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് അവിടെ ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെ അനാവശ്യമായിട്ട്, അതായത് നിങ്ങളെല്ലാവരും ബിസിനസ് ചെയ്യുന്ന ഇതിലൊരു 3/4 ആളുകളും ബിസിനസ് ചെയ്യുന്ന ചെറുകിട സംരംഭകരാണ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ബ്രാൻഡിൻ്റെ പ്രൊമോഷൻസ് കാര്യങ്ങൾ നമ്മൾ അനുവദിക്കില്ല. കാരണം അതിൻ്റെ ഒരു ഇതായിട്ട് അതായത് ഗ്രൂപ്പുകൾ കാര്യങ്ങളൊക്കെ ഈ ബ്രാൻഡ് നമ്മുടെ കോഴ്സ് പഠിക്കുന്നവർക്കുണ്ട്, നിങ്ങൾക്ക് അവിടെ ഇടാം. പക്ഷേ ഈ കോമൺ കമ്മ്യൂണിറ്റിക്കകത്ത് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ അതല്ല. നിങ്ങളെ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക, ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനിയുള്ള എല്ലാ ദിവസവും 90 ഡേയ്സും നിങ്ങൾക്ക് 90 ടാസ്കുകളായിരിക്കും തരുന്നത്. ടാസ്ക് എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ കുറേ ഇരുന്ന് എഴുതാനും കുറേ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ഞാൻ ഒരുപാട് ഇപ്പോൾ ഒരു ദിവസം തന്നെ 10-15 വീഡിയോ എടുക്കാൻ, ഇതൊന്നുമല്ല. നിങ്ങളുടെ ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല. നമ്മൾ പക്ഷേ എല്ലാം ചെയ്യും. നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ 3 മാസത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നേടണമോ അതിനുള്ള വർക്ക് നിങ്ങൾ ചെയ്യുമെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഒരു ഒഴുക്കിന് ഒരുമിച്ച് ആയിരിക്കും നമ്മൾ പോകുന്നത്. ഓക്കെ, ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് എല്ലാ ദിവസവും ഞാൻ ഇതിനകത്ത് വീഡിയോസ് വരും. ഇനിയുള്ള മൺഡേ ഓൺവേർഡ്സ് യൂട്യൂബിൽ ഞാൻ വിവിധ തരത്തിലുള്ള ടാസ്കുകൾ ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് വെച്ചിട്ട് വീഡിയോസ് വരും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ട് ഈ ഗ്രൂപ്പിൽ, ഈ ഒരു വാട്സപ്പിലെ അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പിനകത്തായിരിക്കും നിങ്ങൾക്ക് ആ ചെയ്യേണ്ട ടാസ്കുകൾ തരുന്നത്. യൂട്യൂബിൽ വീഡിയോ പോയി കാണുക, ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അന്ന് ചെയ്യേണ്ട ടാസ്കുകളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പ് ഞാൻ തരുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് അടുത്ത ആഴ്ച മുതൽ രാവിലെ 5 മണിക്ക് എല്ലാ ദിവസവും ഉണ്ടാവത്തില്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതായത് ഒരു ക്ലാസ്സിൽ ഞാനിത് എങ്ങനെയാണ് മെഡിറ്റേഷൻ ഇത് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അടുത്ത കുറച്ച് ദിവസം അടുപ്പിച്ച് നിങ്ങൾ അത് ചെയ്യുക, അതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ടാവും, അത് കേട്ട് കൊണ്ട് ആ മെഡിറ്റേഷൻ ചെയ്യുക.
മനസ്സിലായോ? നമ്മുടെ സോൾ, ബോഡി ഇതെല്ലാത്തിനെയും കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഈ 90 ദിവസവും കൊണ്ടുവന്നത്. അപ്പോൾ നമുക്കിത് മെഡിറ്റേഷൻ അത്യാവശ്യമാണ്. അതിന് കൂടെ നമുക്കൊരു ചെറിയ രീതിയിൽ നമ്മുടെ ബോഡി ഒന്ന് റിലാക്സ് ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസസ് ഉണ്ടായിരിക്കും നമ്മുടെ ശരീരത്തിൽ. ഇപ്പം നമുക്ക് നിങ്ങൾക്കിപ്പം ഒരുപാട് ലൈഫിൽ ഒരുപാട് ഭാരം താങ്ങുന്ന ഒരുപാട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചുമതലകൾ ഏറ്റെടുക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഷോൾഡറിൽ പെയിന് കാര്യങ്ങളൊക്കെ ധാരാളം വരും. അപ്പോൾ നമ്മൾ ഈ റിലാക്സേഷൻ മനസ്സിന് കൊടുക്കുമ്പോൾ ബോഡിയിൽ ചെറിയ ചെറിയ പെയിൻ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു മെൻ്റൽ റിലാക്സേഷനൊപ്പം ബോഡിക്ക് കിട്ടുന്ന റിലാക്സേഷൻ അത് നമുക്ക് ഏറ്റവും വേണം. അപ്പോൾ നമ്മുടെ തല മുതൽ കാല് വരെയുള്ള ബോഡിയിൽ നമ്മുടെ മസിൽസിന് കൊടുക്കേണ്ട റിലാക്സേഷൻ ടെക്നിക്സ്, മെത്തേഡ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അതും നിങ്ങൾക്ക് റെക്കോർഡിംഗ് ഉണ്ടാവും. അത് നമ്മൾ ഇടയ്ക്ക് ലൈവിലും ചെയ്യും, അതുപോലെ ഇടയ്ക്ക് നിങ്ങൾ ബാക്കി ദിവസങ്ങളിൽ റെക്കോർഡിങ്ങും കാണാം. അത് കൃത്യമായിട്ട് രാവിലെ ചെയ്ത് പോകണം. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുണ്ടാകും. അപ്പോൾ മെൻ്റൽ റിലാക്സേഷനും ബോഡി റിലാക്സേഷനുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ആഴ്ച മുതൽ, ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ അത് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, യൂട്യൂബിൽ വീഡിയോസ് വരും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടാസ്കുകളും ഞാൻ അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പിൽ മാത്രമായിരിക്കും പറയുന്നത്. അത് നിങ്ങൾ ചെയ്യാം. ഒരു നോട്ട്ബുക്ക്, പുതിയ ഒരു പുസ്തകം ഇന്ന് എടുത്ത് വയ്ക്കുക, പേന എടുത്ത് വയ്ക്കുക. ഡേ 1 ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതിൽ എഴുതി തുടങ്ങാം. മനസ്സിൽ വരുന്ന എന്ത് കാര്യം, ഇതുവരെയും വേറെ ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇനിയുള്ള 3 മാസം ഈ ഒരു പുസ്തകത്തിനെ നിങ്ങളുടെ സ്വന്തം സുഹൃത്തായിട്ട് കാണുക. ഇനി നിങ്ങൾ ഏതെങ്കിലും പഴയ ഡയറി ഒക്കെ എടുത്തിട്ടുണ്ടെന്നിട്ട് എടുക്കുന്നതിന് പകരമായിട്ട് എൻ്റെ ഒരു സജഷനാണ്, പറ്റുവാണെങ്കിൽ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് കുറച്ച് നല്ല ഭംഗിയുള്ള ക്ലാസ്മേറ്റിൻ്റെയൊക്കെ നോട്ട്ബുക്കിലൊക്കെ ഫ്രണ്ടിലൊക്കെ കുറച്ച് നല്ല പോസിറ്റീവ് കോട്ടൊക്കെ വരുന്ന അങ്ങനത്തെ ബുക്കൊക്കെ കിട്ടുവാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തന്നെ ഒരു കളർ, ഇഷ്ടപ്പെടുന്ന കളർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പുസ്തകമൊക്കെ എടുത്താൽ അത് നല്ലതായിരിക്കും. അതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല മണം, സെൻറ്റൊക്കെ എന്തെങ്കിലും ഒക്കെ വെക്കുന്ന രീതിയിൽ, അതായത് ഒരു ചെറിയൊരു പോസിറ്റീവ് ഒരു മണം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും പുസ്തകത്തിനകത്തൊക്കെ വെക്കുകയോ, ഒരു മയിൽപ്പീലി വെക്കുകയോ, അങ്ങനെ എന്തെങ്കിലും നമ്മൾ കുഞ്ഞിലെ ചെയ്യാറില്ലേ, അങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്ത് ആ പുസ്തകത്തിനെ ഒന്ന് നല്ലതായിട്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. പേന എടുക്കുമ്പോൾ ലാസ്റ്റ് ലൈവ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേന എപ്പോഴും ഒരു ബ്ലൂ കളർ അല്ലെങ്കിൽ റെഡോ ഗ്രീനോ ഒക്കെ ഉപയോഗിക്കുക. മഞ്ഞ എഴുതിയാൽ നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 3 കളേഴ്സിൽ എടുക്കുക, ബ്ലാക്ക് വേണ്ട. അങ്ങനെ പേന എടുക്കുക. എന്നിട്ട് ഓരോ ദിവസവും ഞാൻ ടാസ്ക് തരും. ഇന്ന് ഞാൻ ഇച്ചിരി കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇട്ടത്. നാളെ മുതൽ നമ്മുടെ ടാസ്ക് നേരത്തെ വരും, രാവിലെ തന്നെ ചെയ്യാനുള്ളത്. പക്ഷേ ആദ്യത്തെ 3 ദിവസം, അതായത് ഇന്ന് 10, 11, 12 ഈ 3 ദിവസം നമ്മൾ സിമ്പിളായിട്ട് ചെറിയ രീതിയിൽ മാത്രമായിരിക്കും കയറുന്നത്. നമ്മുടെ ഗ്രാഫ് ഒറ്റയടിക്ക് നിങ്ങളെ ഏറ്റവും ഒരു സ്റ്റെപ്പിൻ്റെ ഏറ്റവും മണ്ടേ കയറ്റി നിങ്ങളെ ശരിയാക്കാം, നിങ്ങൾ ഭയങ്കര സൂപ്പറാക്കി മാറ്റാം, ഏറ്റവും മുകളിൽ കയറ്റാമെന്ന് നിങ്ങൾ ഞാൻ വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് ആദ്യം നമ്മൾ ഇരുന്ന് തുടങ്ങും, എന്നിട്ട് നമ്മൾ എഴുന്നേറ്റ് നിൽക്കത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ആ ഒരു ബേസ് നിങ്ങളെ കൊണ്ട് ആദ്യം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ഡേ 1 ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു 12 ക്വസ്റ്റ്യൻസ് തരും. ഓക്കെ, 12 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തരുവാണ്. ഇന്നൊരു മെൻ്റൽ ഹെൽത്ത് ഡേ ആണ്. അപ്പോൾ നമ്മുടെ ഒരു മാനസിക തലത്തിനെ ഒന്ന് പരിശോധിക്കാനാണ്, സ്വയം പരിശോധിക്കാം. ഒരു സെൽഫ് റിഫ്ലക്ഷനാണ്. അറൗണ്ട് ഒരു 12 to 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ചോദ്യങ്ങൾ നിങ്ങൾ ആദ്യം ഞാൻ ഇപ്പോൾ തരുന്നതിന് നിങ്ങളുടെ ഫോണിൽ തന്നെ എടുത്തു വയ്ക്കുക. എന്നിട്ട് ആ ചോദ്യങ്ങൾ കൃത്യമായിട്ട് അതിനുള്ള ഉത്തരം എഴുതി എവിടെയും അയക്കരുത്. ഓക്കെ, നിങ്ങളുടെ പുസ്തകം എവിടെയും ആരെയും കാണിക്കരുത്, ഗ്രൂപ്പിൽ വിടരുത്. നിങ്ങളുടെ ലൈഫിലെ ജേണിയാണ്, അത് ആരെയും കാണിക്കേണ്ട. ഇപ്പോൾ നിങ്ങൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. ആ 12 ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം തരാം. ഓരോ ചോദ്യങ്ങൾക്ക് ചോദിച്ചിട്ട് ഞാൻ ഗ്രൂപ്പിൽ തന്നെ ആ ഒരു അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ഓരോന്നിൻ്റെ വോയിസ് മെസ്സേജ് കൂടെ ഇട്ടേക്കാം, നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാനായിട്ട്. എന്നിട്ട് ആ 12 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതുക. നിങ്ങൾ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എവിടെ നിൽക്കുന്നു എന്നുള്ളത്, ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മുടെ തലയിലൂടെ കടന്നു പോകുന്നുടയ്ക്കും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ആ കെട്ട് പിണഞ്ഞ് കിടക്കുന്നതിനെ ഒന്ന് അഴിച്ച് സെപ്പറേറ്റ് ആക്കണം. ഓരോ നൂലിനെയും ഒന്ന് മാറ്റി വെക്കാനായിട്ടാണ് ഞാനത് തരുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു സെൽഫ് റിഫ്ലക്ഷൻ ജേണിയാണ്. നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, ഓരോ ദിവസവും ഓരോ ടാസ്ക് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും കയറി പോകുന്നത്. ഓക്കെ, അപ്പോൾ 90 ഡേയ്സ് എനിക്ക് മുന്നിലുണ്ട്. ഞാൻ പോൾ ചെയ്തപ്പോൾ കുറച്ച് പേരോട് ചോദിച്ചു, 90 ദിവസവും നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോൾ പലരും ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇതിനൊരു വലിയൊരു ടാസ്ക് ആയിട്ട് ഏറ്റെടുക്കണ്ട. നമ്മൾ പലപ്പോഴും പൈസ വാങ്ങിച്ചിട്ട്, അതായത് നിങ്ങളിപ്പോൾ വലിയൊരു എമൗണ്ടൊക്കെ ഞാൻ നിങ്ങളുടെ മേടിച്ചിട്ടൊക്കെ ആണ് എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വന്ന് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഭയങ്കര റിഗ്രറ്റ് ഫീലൊക്കെ വരാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, ടോട്ടലി ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ പൈസ, പണം ഇല്ലാത്തത് കൊണ്ട് അതിനൊരു വില കൽപ്പിക്കാതെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പല ദിവസങ്ങൾ നിങ്ങൾ വേണമെങ്കിൽ ഇത് പൈസയൊന്നും ഇല്ലല്ലോ, ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, നാളെ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ വലിയ കുറേ കാര്യങ്ങൾ ലൈഫിൽ മിസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളെ സ്വയം തിരിച്ചറിഞ്ഞ് നിങ്ങളെ സ്നേഹിക്കപ്പെടാൻ, നിങ്ങൾ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള ആ തിരിച്ചറിവൊക്കെ നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് ഉറപ്പുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇന്ന് തീരുമാനിക്കുക. പിന്നെ ഇതൊരു 90 ദിവസം എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്നും വിചാരിക്കരുത്. നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഹാപ്പിനെസ് 1 വീക്കിൽ നിങ്ങൾ എന്നോട് പറയും. ഇത് കൃത്യമായിട്ട് ചെയ്യുന്നവർ അടുത്ത വരുന്ന വെള്ളിയാഴ്ച എന്നോട് പറയും, ഇത്രയും ദിവസം ചെയ്തതിൽ ആ ചേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് ഗ്രൂപ്പിൽ നിങ്ങൾ അറിയിക്കും. അപ്പോൾ ആ മാറ്റം തിരിച്ചറിഞ്ഞു തുടങ്ങുക. പിന്നെ നമ്മുടെ ഗോൾസുമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതുകൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ നിങ്ങളോട് വീണ്ടും പറഞ്ഞൊരു കാര്യമാണ്, താൻ പാതി ദൈവം പാതി.
നമ്മൾ എത്രത്തോളം ദൈവത്തിനോട് പോയിരുന്ന അമ്പലത്തിൽ പോയിട്ട് നോക്കിയിരുന്ന ഭഗവാനെ എൻ്റെ എല്ലാ കാര്യം ശരിയാക്കി തരണേ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ഏത് വിശ്വാസത്തിൽപ്പെടുന്ന ആളായാലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ആൾ ദൈവം അത് യൂണിവേഴ്സ് അത് കേൾക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങളും കൂടെ എഫേർട്ട് എടുക്കണം. എങ്കിൽ മാത്രമേ ലോ ഓഫ് അട്രാക്ഷനും കാര്യങ്ങളും ഒക്കെ വർക്ക് ചെയ്യത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏറ്റവും ബേസിക് മുതൽ അത് എങ്ങനെ അത് വർക്ക് ചെയ്യണം അത് മുതൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും. അപ്പോൾ ഈ 90 ദിവസം എനിക്ക് മുന്നിലുണ്ടല്ലോ, ഈശ്വര ഇത്രയൊക്കെ ചെയ്യണോ എന്നൊന്നും വിചാരിക്കേണ്ട, നിങ്ങളൊന്നും അറിയണ്ട. രാവിലെ എണീറ്റ് ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം, ഞാൻ ഇടുന്ന ചോദ്യം അതിന് മാത്രം ഉത്തരം എഴുതുക, അതിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കുക, ക്ലാസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർ അതിൻ്റെ റെക്കോർഡിംഗ് കേൾക്കുക, എന്നിട്ട് അത് ചെയ്യുക. അപ്പോൾ അതിന് ഓരോ ദിവസത്തെയും വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് എല്ലാം ചെയ്യുക. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഒരു സെപ്പറേറ്റ് തുടങ്ങിയിട്ടുള്ള ഓറഞ്ച് കളർ വാട്സപ്പ് പ്രൊഫൈൽ വരുന്ന ഗ്രൂപ്പിനകത്ത് ഡൗട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു തുടക്കമാവട്ടെ, ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ജനുവരി ആകുമ്പോൾ 2026 ആകുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ് എന്നിലൂടെ ഒരു 100 പേർക്കെങ്കിലും മാറ്റം ഉണ്ടാവണം. കാരണം ഇതിൽ എത്ര പേര് കണ്ടിന്യൂസ് ആയിട്ട് പലരും പറയത്തില്ലേ, നമ്മൾ തുടക്കത്തിലൊരു ആവേശമുണ്ട്, ചിലർ അത് പാതി വെച്ച് ഉപേക്ഷിക്കും. പക്ഷേ ഇതിൽ എത്ര പേര്, പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമാണ് 100 പേർക്കെങ്കിലും അവരുടെ ലൈഫ് ഒന്ന് മാറ്റാനായിട്ട് എനിക്ക് സാധിക്കണം. അത് ഞാൻ എനിക്ക് കൊടുക്കുന്ന എൻ്റെ ന്യൂ ഇയർ ഗിഫ്റ്റാണ്. ഓക്കെ, അപ്പോൾ അത് എനിക്ക് ചെയ്യണം. അതിന് കൂടെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. എനിക്ക് നിങ്ങൾ ആരെയും കണ്ടിട്ടില്ല, നേരിട്ട് കാണണം. അതിന് നമ്മുടെ കമ്മ്യൂണിറ്റി മീറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് കാണണം. ലൈവായിട്ട് ക്ലാസ്സുകൾ, അതിൻ്റെ എൻ്റെ ഒരു സെഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സും എല്ലാം അടങ്ങുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള സെഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വഴിയെ വരുമ്പോൾ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ. ഹാപ്പി ആയിട്ടിരിക്കും. നമ്മളെ ചേർത്ത് പിടിക്കാനൊരു വ്യക്തി ഉണ്ടാവുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് എനിക്ക് ഈ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഞാൻ സമൃദ്ധിയിലൂടെ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ നിങ്ങൾക്ക് ചുറ്റിനും ജീവിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ മാറി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചുറ്റിനുമുള്ളവർ മാറി തുടങ്ങും. അവരുടെ ലൈഫിന് ഒരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുള്ള ഈ കണക്കുകൾ 4-ൽ 1 വ്യക്തി മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറയുന്ന ആ കണക്ക് തിരുത്തണം. 10-ൽ ഒരാളായി മാറണം. 10-ൽ ഒരാൾ മാത്രമേ, ബാക്കി എല്ലാവരും ഹാപ്പിയാണ്. പിന്നീട് അത് 20 ആകണം, 100 ആകണം. അങ്ങനെ നമ്മുടെ ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും മെൻ്റൽ വെൽനെസ് കിട്ടട്ടെ. എല്ലാവരുടെ ലൈഫിലും മാറ്റം ഉണ്ടാവട്ടെ. ബിസിനസ് പരമായിട്ടും ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ 7 തലങ്ങളുണ്ട്. ആ 7 തലങ്ങളിലും മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതിനായിട്ടുള്ള എല്ലാവിധ ആശംസകളും ആഗ്രഹവും എനിക്കുണ്ട്, പ്രാർത്ഥനയുണ്ട്. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. താങ്ക് യു ഡിയേഴ്സ്, ലവ് യു ഓൾ. സോ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. എല്ലാവരും പേപ്പർ ബുക്കും എടുത്തിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടും പോലെ ഇന്ന് എപ്പോഴാണോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്ന ആ ഒരു സമയത്തിൽ ഇതിരുന്ന് എഴുതുക. എഴുതുമ്പോൾ വീട്ടിൽ TV വെച്ചിട്ട് തിരക്ക് പിടിച്ചിരിക്കുന്ന സ്ഥലത്ത് പോകരുത്. നിങ്ങൾക്ക് മാറിയിരുന്ന് എഴുതാൻ പറ്റുക. നിങ്ങളുടെ പ്രാർത്ഥനാ മുറി ഉണ്ടെങ്കിൽ അവിടെ, വീട്ടിൽ ഏറ്റവും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഗ്രീനറി ഒക്കെ ഉള്ള ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ, അങ്ങനെ ഒരു സ്ഥലത്തിരുന്നിട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ, ആ എഴുതി നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് ആ കാര്യം ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജ് ആയിട്ട് ഇടാം. അത്രയും കാര്യങ്ങൾ ഒരു തിരിച്ചറിവാണ്. അത് എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് ഗ്രൂപ്പിൽ മെസ്സേജ് ആയിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ വീഡിയോയിൽ വരാം. ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നന്നായി വരട്ടെ. എല്ലാ കാര്യങ്ങളും ശുഭമായിട്ട് തുടക്കമിടാൻ സാധിക്കട്ടെ. നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങുക. ബുക്കെടുത്ത് നിങ്ങളെ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയിൽ പ്രാർത്ഥിക്കുക. എൻ്റെ ലൈഫിലൊരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നതാണ്. എന്ത് കാര്യം, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു തെല്ലും ഒരു കാര്യത്തിലും ഒരു അഹംഭാവമോ ഒരു അഹങ്കാരമോ ഒന്നുമില്ലാതെ സിമ്പിളായി ഒരു വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരു വ്യക്തി, ഒന്നുമില്ല, ഒരു തൂവൽ പോലെ നിങ്ങളുടെ മനസ്സിനെ അങ്ങ് ആക്കിയിട്ട് ഈ ചെയ്യാൻ പോകുന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരും. ആ ആത്മവിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗ്രൂപ്പിൽ ഇതൊക്കെ പങ്കെടുക്കുന്ന വ്യക്തികൾക്കും ആ ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്നുകൂടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടിട്ട് വേണം അത് തുടങ്ങാനായിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്, ലവ് യു ആൾ.